എൻ്റെ പേര് ബിജോ വി കുര്യൻ. ഞാൻ ഉപ്പുതറ സെൻറ്റ് മേരീസ് ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ അമ്മയുടെ ഒപ്പമാണ് ഞാൻ വന്നേക്കുന്നത്. എൻ്റെ അമ്മയെടുത്ത ഉടമ്പടിയിലൂടെ എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. ഞാൻ 2019 കട്ടപ്പന സെൻറ്റ് ജോൺസ് കോളേജിൽ BPharm വിദ്യാർത്ഥിയായിട്ട് ചേർന്നു. +2 കഴിഞ്ഞപ്പോഴേക്കും എന്തെങ്കിലും ഒന്നെടുത്ത് പഠിക്കണം എന്നല്ലാതെ എന്തെടുത്ത് പഠിക്കണം, ജീവിതത്തിൽ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം എന്നറിയില്ലാതിരുന്നൊരു ആളായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ വീട്ടുകാർ അന്വേഷിച്ചിട്ട് പറഞ്ഞു, നിനക്കോ പ്ലാനോ കാര്യങ്ങളോ ഒന്നും ഇല്ല, അന്നേരം ഞങ്ങൾ തിരഞ്ഞെടുത്ത് തരാം, ഞങ്ങളെയും കൂടെ നോക്കേണ്ടത് നീയാണ്. അപ്പോൾ ഈ കോഴ്സ് എടുത്ത് പഠിച്ചാൽ BPharm ഫാർമസി കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിനക്കെന്നും ജോലി കാര്യങ്ങളുണ്ടാവും, എന്നും ഒരു പ്രശ്നമില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു ഉപദേശത്തിൽ എന്നെ കോഴ്സിലേക്ക് പറഞ്ഞു വിട്ടു. എന്നാൽ ഈ കോഴ്സിൽ എന്താണ് പഠിക്കുന്നത് എന്ന് പോയിട്ട് ഈ കോഴ്സിൻ്റെ സ്പെല്ലിങ് പോലും എനിക്കറിയില്ലായിരുന്നു. BPharm ആദ്യം പോയി എഴുതിയ നേരത്ത് BPharm എന്നെഴുതിയ ആളാണ് ഞാൻ. അവിടെ നിന്നാണ് ഞാൻ ഈ കോഴ്സിലേക്ക് കടന്നു വന്നേക്കുന്നത്. അപ്പോൾ ഈ കോഴ്സിലേക്ക് 2019 ഞാൻ പോയി ജോയിൻ ചെയ്തു. ഓഗസ്റ്റ് 2 അവിടെ ജോയിൻ ചെയ്തു 2019. ആ കോഴ്സിന് ജോയിൻ ചെയ്ത് ആദ്യത്തെ ഒരു സെമസ്റ്റർ വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോയി. എന്നാൽ ആദ്യത്തെ ഒരു സെമസ്റ്ററിൽ വിജയം കൃത്യമായിരുന്നു. എല്ലാ പരീക്ഷകളും കൃത്യമായി തന്നെ ജയിച്ചു. +2 വരെ എല്ലാ പരീക്ഷകളിലും ഞാൻ വളരെ കൃത്യമായി തന്നെ ജയിച്ച് തന്നെ വന്ന ആളാണ്. ഒരിടത്തും തോൽവി എന്തെന്നറിയാതെ തന്നെ എൻ്റെ മാതാവ് കടത്തി വിട്ടിരുന്നതാണ്. എന്നാൽ ഇവിടെ ഈ കോഴ്സിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ആദ്യത്തെ ഒരു സെമസ്റ്റർ വളരെ കൃത്യമായി പോയി. ഞാൻ എല്ലാ ദിവസവും തന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. ചെറുപ്പത്തിൽ പപ്പ വിദേശത്തേക്ക്, ഞാൻ 2ൽ പഠിക്കുമ്പോൾ ദുബായിലേക്ക് പോയതാണ്. ആ സമയം മുതൽ എല്ലാ ദിവസവും തന്നെ എന്നെയും, എനിക്ക് ഒരു അനിയത്തി കുട്ടിയുണ്ട്, അപ്പോൾ പെങ്ങളെയും കൂടി വിശുദ്ധ കുർബാന വിടുന്നതിൽ അമ്മ മുടക്കം വരുത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഉടമ്പടി എടുത്തത് മുതൽ എല്ലാ ദിവസവും വീട്ടിലുള്ളപ്പോൾ, ഞാൻ സെൻറ്റ് ജോൺസിൽ BPharm കോഴ്സ് പഠിക്കാൻ തുടങ്ങിയത് മുതൽ ഞാൻ ഹോസ്റ്റലിലാണ്. എന്നാൽ ഞാൻ വീട്ടിൽ വരുന്ന ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ, ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും എല്ലാ ദിവസങ്ങളിലും ആ പ്രാർത്ഥന ഏറ്റുചൊല്ലാനും ഞങ്ങളെ അമ്മ ഒപ്പം കൂട്ടുമായിരുന്നു. അങ്ങനെ കോഴ്സിലേക്ക് കടന്നു. എന്നാൽ കൊറോണ വന്നു കഴിഞ്ഞപ്പോഴേക്കും 1ാമത്തെ സെമസ്റ്റർ അവസാനിപ്പിച്ച് 2ാം സെമസ്റ്ററിലേക്ക് ഞങ്ങൾ ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ കൊറോണ വന്നു, ലോക്ക്ഡൗൺ ആരംഭിച്ചു. അങ്ങനെ വന്നപ്പോഴേക്കും വീട്ടിലേക്ക് എല്ലാവരെയും തിരിച്ചു വിട്ടു. എന്നാൽ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞ് പിന്നെ ഓൺലൈൻ ക്ലാസ്സുകളായി തുടങ്ങിയെങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും 4 മാസം കൊണ്ട് തീരേണ്ട ഞങ്ങളുടെ 2ാമത്തെ സെമസ്റ്റർ 9 മാസം വരെ നീണ്ടുപോയി. ഇത് കൊറോണ വന്ന സമയത്ത് ഞങ്ങൾക്ക് ഓൺലൈനായിട്ട് ക്ലാസ് തന്നെങ്കിലും ഞങ്ങൾ തിരിച്ച് ക്ലാസ്സിലേക്ക് എത്തിയപ്പോഴേക്കും ഞങ്ങളുടെ അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കോഴ്സുകൾ, അതായത് എൻജിനീയറിങ്, നഴ്സിംഗ് വരെ